ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പ്രാവുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു പെറ്റ്സും. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ മൊബൈൽ ഇതേപോലെ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളൊക്കെ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 100 രൂപയാണ് വന്നിരിക്കുന്നത് ഒരു മുഖിയുടെ ചിക്കും. അതേപോലെ നാടൻ പ്രാവുകളും ഇതും വന്നിരിക്കുന്നത് പീസ് റേറ്റ് 100 രൂപയാണ് വന്നിരിക്കുന്നത് മുഖികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബൾക്കായിട്ട് സെയിലൊക്കെ അവൈലബിൾ ഉണ്ട്. ഒരുപാട് മുഖികൾ അതേപോലെ മുദീനകൾ സെയിലിനുണ്ട്. ഇത് വന്നിട്ടുള്ളതൊരു ബ്രീഡിംഗ് പെയറാണ്, എഗ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ബ്രീഡിംഗ് പെയർ. ഈ മുഖിയുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം ബ്ലാക്ക്, മറ്റേത് ആഷ് കളർ. അപ്പോൾ ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. എല്ലാതും ഇനി വരുന്നൊക്കെ ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. 600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ്. അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെയും ആ ചിക്കനും കൂടി ചോദിക്കുന്ന റേറ്റ് 600 രൂപ. അടുത്തായിട്ട് മുഖിയുടെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 2 ചിക്സ് ആണ് വന്നിരിക്കുന്നത്. 800 രൂപയാണ് ഈ 4 കൂടി ചോദിക്കുന്ന റേറ്റ്. മുഖിയുടെ ബ്രീഡിംഗ് പെയറും അതേപോലെ 2 ചിക്സും കൂടി 800 രൂപ. ഈ പ്രാവുകളല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മുദീനയുടെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സുകളാണ് എല്ലാതും വന്നിരിക്കുന്നത്. അർജൻറ്റ് മുദീനയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡുകളാണ് എല്ലാതും. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പ്രാവുകൾ മറ്റു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ വിത്തിൻ 2 days തന്നെ വീഡിയോസ് എല്ലാതും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ബേഡ്സുകൾ സെയിലിനായിട്ട് വന്നിട്ട് പ്രാവുകൾ തന്നെ 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള ബേഡുകളാണ് മുദീന. ഇത് വന്നിരിക്കുന്ന പെയറിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരു അർജൻറ്റ് മുദീനയും അതുപോലെ ഒരു വൈറ്റാണ് വന്നിരിക്കുന്നത്, പ്യുവർ വൈറ്റ്. 1200 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ്. എഗ് ചെയ്തിരിക്കുന്ന പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ പെയറിന് വന്നിരിക്കുന്നത് 1000 രൂപയാണ് ഈ പെയറിനും ചോദിക്കുന്ന റേറ്റ് മുദീനയുടെ. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആൽബിനോസും ലുട്ടിനൊക്കെ വന്നിരിക്കുന്നത്. റെഡ് ഐ ആണ് വന്നിരിക്കുന്നത് എല്ലാതും. അപ്പോൾ ഇതിന് പീസ് റേറ്റ് 150 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അഡൾട്ട്, സെമി അഡൾട്ട്, ചിക്സ് എല്ലാതും ഉണ്ട്. 25ഓളം പീസ് ലവ് ബേഡുകൾ സെയിലിനായിട്ടുണ്ട്. എല്ലാതും വന്നിരിക്കുന്നത് റെഡ് ഐ ആണ്, ആൽബിനോയും ലുട്ടിനോയാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത നോർമൽ റേറ്റിനാണ് വന്നിരിക്കുന്നത്. 150 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. ആൽബിനോയും ലുട്ടിനോയും ഒക്കെ ലവ് ബേഡുകൾ ബ്രീഡിംഗ് സൈസൊക്കെ ഉണ്ട് ഇതിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 32 ദിവസം
പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 32 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസ്, ഫീമെയിൽ പപ്പീസാണ് 2 പപ്പീസിൻ്റെ റേറ്റ് വരുന്നത് 4500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 32 ദിവസമായിട്ടുള്ള ഫീമെയിൽ പപ്പീസ് ലാബിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത് ഫാദർ സർട്ടിഫൈഡ് ആണ്, മദർ സർട്ടിഫൈഡ് അല്ല. കാരണം വിത്തൗട്ട് KCA ആണ്. 4500 രൂപയാണ് പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അത് പപ്പിയുടെ മേത്ത് ഇത്തിരി അഴുക്കായാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പപ്പീസിനൊന്നും നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്. 32 ദിവസം പ്രായമായ പപ്പീസ്. ഫുഡൊക്കെ എടുത്തു തുടങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. 4500 രൂപ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത്. 2 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 4 മൂയിലം കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 മാസമായത് വൈറ്റ് ജയൻറ്റും ന്യൂസിലാൻഡ് വൈറ്റും മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്, നല്ല വെയിറ്റ് വരുന്ന കുഞ്ഞുങ്ങളാണ്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. 4 കൂടി 400 രൂപ. അപ്പോൾ നല്ല വെയിറ്റ് വയ്ക്കുന്ന മുയിലുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം 1 മാസമായിട്ടുള്ളൂ. ചങ്ങനാശ്ശേരി എന്നാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫാദർ വന്നിരിക്കുന്നത് ചാമ്പ്യൻ ലൈനേജാണ് ഫാദർ വന്നിരിക്കുന്നത്. 29 ദിവസമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 4 മെയിൽ പപ്പിയും 4 ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസ്, നല്ല ഗാർഡിങ് ഡോഗൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ 4 മെയിൽ പപ്പിയുണ്ട്, 4 ഫീമെയിൽ പപ്പിയുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. 9000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 9000 റുപ്പീസാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ഒരു ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത്. ടേബിൾ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ 10 മാസം പ്രായമുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത്. തീരെ ഷോർട്ടായിട്ടുള്ള ഒരു വെറൈറ്റി ടേബിൾ ഫൈറ്റർ എന്നാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ 10 മാസമായതാണ്, മെയിൽ മാത്രമേ ഉള്ളൂ. 600 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് അതുപോലെ തന്നെ ഒരു ബൾക്ക് സെയിലും വന്നിട്ടുണ്ട് പ്രാവുകളുടെ. അപ്പോൾ നല്ലൊരു അടിപൊളി വെറൈറ്റി ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത്. 600 രൂപയാണ് ചോദിക്കുന്നത് മെയിലിന് 10 മാസത്തിന്. അതേപോലെ ഇവിടുന്ന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് പ്രാവുകളുടെ. 30 പ്രാവുകളുണ്ട്. 6000 രൂപയാണ് ചോദിക്കുന്നത്. നാടൻ പ്രാവുകളുണ്ട്, ക്രോസ് ഉണ്ട്, മുഗിയുണ്ട്, ബർപ്പൻസ് ഉണ്ട്, പറവ പ്രാവുകളുണ്ട്. മൊത്തം 30ഓളം പ്രാവുകളുണ്ട്. 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ പുളിയറക്കോണാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ബൾക്ക് സെയിലൊക്കെ നിങ്ങളിൽ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. പ്രാവുകളുടെയൊക്കെ ബൾക്ക് സെയിൽ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഒരുപാട് പേര് പ്രാവുകളൊക്കെ സെയിലുണ്ടെങ്കിൽ വീഡിയോ അയച്ചതിന് ശേഷം ഓരോന്നിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരിക. അതേപോലെ നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തരുമ്പോൾ മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് കോക്ടെയിലുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ആൽബിനോസ് ഉണ്ട്, വൈറ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആൽബിനോസിന് പീസ് റേറ്റ് 2500 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ വൈറ്റ് ഫേസിന് 2000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 4 മാസം പ്രായമായ കോക്ടെയിൽസാണ് വന്നിട്ടുള്ളത്. ബൾക്കായിട്ട് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈങ് ഡക്കുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 2 മാസം കഴിഞ്ഞിട്ടുള്ള ഫ്ലൈങ് ഡക്കുകൾ 14 കൊടുക്കാനുണ്ട്.
കോഴിക്കോട് ജില്ലയിൽ അടിവാരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല റേറ്റ് ഓറിയനാണ്. അപ്പോൾ ഫ്ലൈൻ ഡക്കുകൾ 2 മാസം കഴിഞ്ഞത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് എടുക്കുമ്പോൾ മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസും അതുപോലെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ അയക്കാൻ മറക്കരുത്.